എനിക്ക് ഉച്ച സമയത്ത് ഇവിടെ വന്നപ്പോഴേ തോന്നിയായിരുന്നു വൈകിട്ടും കൂടി ഒന്ന് വന്നാൽ കൊള്ളാമെന്ന്. അപ്പോൾ വൈകിട്ട് ഇന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് ജനങ്ങളുണ്ടാവും ഈ ബീച്ചിൻ്റെ ഉള്ളിൽ എവറി ഡേ. കണ്ടാ, ഇത് വീക്കെൻഡൊന്നും അല്ല കേട്ടോ, ചൊവ്വാഴ്ച ദിവസം. കണ്ടാ എങ്ങനെയുണ്ട്? നൈസല്ലേ? അവർ കൊതിപ്പിച്ച് അതിനകത്ത് കയറ്റിക്കും, അല്ലാണ്ട് വിടൂല അവർ. അതിനിടെ ഈ പിന്നെന്തേ ഇവിടെ വഴിയോര കച്ചവടങ്ങളും അങ്ങനെ, അതായത് ആയിരക്കണക്കിന് രൂപയുടെ, ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഓരോ ദിവസവും വരുന്നത്. വീക്കെൻഡൊക്കെ പറയണ്ട. ഇപ്പോൾ ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ, സമയമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 6 മണി ഒക്കെ ആയിട്ടുള്ളൂ. കാണിച്ചോട്ടെ. ആൾക്കാർ അതെ കണ്ട, ഒരു ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്താണ് കണ്ടത്. പിന്നെ ഇവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ്. കണ്ടോ? ടിക്കറ്റ് തുടങ്ങി. അതെങ്ങനെയാണ് നമുക്കല്ലേ, മിക്കവാറും ചില ഒത്തിരി സന്തോഷമുള്ള സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു രസമുള്ളൊരു സാഹചര്യമായിരിക്കും ഈവനിങ് എന്ന്. പക്ഷെ വന്ന് കണ്ടപ്പോൾ അതിലും ഭയങ്കര രസമാണ്. അത്രയും ആളുകളുടെ, ഒരാൾ ഒരു സാധനം കൊണ്ട് പോകുന്നുണ്ട് ഇതിനിടയിൽ കൂടെ. നൈസല്ലേ? അങ്ങനെ പോട്ടെ, മൂവി ആയിട്ടെന്ന് വിചാരിച്ചിട്ടാ. കാരണം നമ്മൾ ഇടയ്ക്കൊരു ബ്യൂട്ടി കണ്ടായിരുന്നു പകലിലുള്ളത്, ദേവന് ഇപ്പോൾ പോയത്. അപ്പോൾ അടുത്തവൻ ഇവിടുന്ന് കയറി. അപ്പോൾ നമുക്ക് നേരം ഇരുട്ടി തുടങ്ങി. നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള സമയമായി. ഇതിനു മുമ്പും പിമ്പിലുമായിട്ട് ജുഹു ബീച്ചിൻ്റെ പരിസര ബീച്ചുകളിൽ നിറയെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളിവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ പുതിയ കാഴ്ചകളും ജീവിതങ്ങളുമായി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, ബായ്.